ഇന്നത്തെ അറിയിപ്പുകൾ. എയർ കേരളയുടെ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ഏപ്രിൽ 15 ആലുവയിൽ. കേരളത്തിൽ നിന്ന് ആദ്യ വിമാന സർവീസ് ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ് എയർ കേരള. ആലുവ മെട്രോ സ്റ്റേഷൻ സമീപത്താണ് 3 നിലകളിലായി അത്യാധുനിക പരിശീലന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ഓഫീസ് ക്രമീകരിച്ചിരിക്കുന്നത്. 200-ലേറെ പേർക്ക് ഇവിടെ ജോലി ചെയ്യാനാകും. ഈ വർഷം അവസാനമാകുമ്പോഴേക്കും 750-ലധികം തൊഴിൽ സേവനങ്ങൾ സൃഷ്ടിക്കുമെന്ന് എയർ കേരള മാനേജ്മെന്റ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ ആഭ്യന്തര സർവീസ് ആയിരിക്കും. വൈകാതെ രാജ്യാന്തര സർവീസും ആരംഭിക്കും. ജൂണിൽ കൊച്ചിയിൽ നിന്നായിരിക്കും എയർ കേരളയുടെ വിമാനം പറന്നുയരുക. 5 വിമാനങ്ങൾ പാട്ടത്തിനെടുത്തതുമായി ബന്ധപ്പെട്ട് ഐറിഷ് കമ്പനികളുമായി കരാറായിട്ടുണ്ട്. വിമാനങ്ങൾ സ്വന്തമായി വാങ്ങാനും കമ്പനിക്ക് പദ്ധതികളുണ്ടെന്ന് വൈസ് ചെയർമാൻ അയൂബ് കല്ലട പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ അധ്യയന വർഷത്തേക്കുള്ള സൗജന്യ കൈത്തറി സ്കൂൾ യൂണിഫോമിന്റെ വിതരണം ആരംഭിച്ചു. സർക്കാർ സ്കൂളുകളിലെ 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 4 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കുമാണ് കൈത്തറി യൂണിഫോം. 1 മുതൽ 10 വരെ ക്ലാസുകളിലെ കുട്ടികൾക്കായി സ്കൂൾ തുറക്കും മുൻപ് പുതിയ പാഠപുസ്തകങ്ങളും പൂർണ്ണമായി വിതരണം ചെയ്യും. കൈത്തറി സ്കൂൾ യൂണിഫോം പദ്ധതിക്കായി സർക്കാർ 629 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഈ വർഷം 6841 സ്കൂളുകളിലെ 9.33 ലക്ഷം വിദ്യാർത്ഥികൾക്ക് 2 ജോഡി യൂണിഫോമുകൾ ലഭ്യമാക്കും. ഇതിനായി 40 ലക്ഷം മീറ്റർ കൈത്തറി തുണി ഉപയോഗപ്പെടുത്തി. സ്കൂൾ വിദ്യാർത്ഥികൾക്കും കൈത്തറി തൊഴിലാളികൾക്കും പദ്ധതി സഹായകമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. രാജ്യവ്യാപകമായി പാസ്പോർട്ട് സെർവർ തകരാറിലായി. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലുടനീളം അപേക്ഷകർ ആശയക്കുഴപ്പം നേരിട്ടു. ഇന്ത്യയുടെ പാസ്പോർട്ട് സംവിധാനത്തിലെ സെർവർ തകരാറിനെ തുടർന്ന് തുടർച്ചയായ 2ാം ദിവസവും സേവനങ്ങൾ തടസ്സപ്പെട്ടു. മുംബൈയിൽ നിന്നും പൂനെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ആഴ്ചകൾക്കും മാസങ്ങൾക്കും മുമ്പ് ഷെഡ്യൂൾ ചെയ്ത സേവനങ്ങൾ തടസ്സപ്പെട്ടു. അതിനാൽ പല യാത്രകളും മാറ്റിവെക്കേണ്ടി വന്നതായി റിപ്പോർട്ടുകളുണ്ട്. പ്രൊഫഷണൽ വ്യക്തിഗത ആവശ്യങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നതായി അപേക്ഷകർ പരാതിപ്പെട്ടു. സെർവർ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതിനാൽ പ്രതിസന്ധി നിയന്ത്രിക്കാൻ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ ഇടപെടൽ നടത്തി. മുന്നറിയിപ്പ് കൂടാതെയുള്ള സേവന റദ്ദാക്കലുകൾ അപേക്ഷകരെ മണിക്കൂറുകളോളം കാത്തിരിക്കാൻ നിർബന്ധിതരാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഒഴിവുകൾ. ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഏപ്രിൽ 30 അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി. നിലവിൽ 400 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപേക്ഷിക്കുന്നവരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ അഭിമുഖത്തിനായി ക്ഷണിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പരിശീലനകാലം പൂർത്തിയാക്കിയ ശേഷം പ്രൊമോഷൻ നൽകും.